ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർലമെൻറ്റ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. ഒരു വർഷത്തിൽ സാധാരണയായിട്ട് നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനങ്ങളുടെ എണ്ണം 3 ഒന്ന് ബജറ്റ് സമ്മേളനം ഫെബ്രുവരി മെയ് മാസങ്ങളിൽ, മൺസൂൺ സമ്മേളനം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ, ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്നു. 2 പാർലമെൻറ്റ് സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി ദൈർഘ്യം 6 മാസം വരെയാണ്. ഒരു വർഷത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും പാർലമെൻറ്റ് സമ്മേളിച്ചിരിക്കണം. സംയുക്ത സമ്മേളനങ്ങൾ. ഒരു ബില്ലിനെ സംബന്ധിച്ച് രാജ്യസഭയും ലോക്സഭയും തമ്മിൽ തർക്കമുണ്ടായാൽ അതിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറും വഹിക്കും. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ലോക്സഭാ സ്പീക്കർ എം അനന്തശയനം അയ്യങ്കാറാണ്. സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 108. സംയുക്ത സമ്മേളനങ്ങൾ നടന്നത് 1961 സ്ത്രീധന വിരുദ്ധ ബില്ല്, 1978 ബാങ്കിംഗ് സേവന ബില്ല്, 2002 ഭീകരവാദ വിരുദ്ധ നിയമം, അന്നൊക്കെയാണ് സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കപ്പെട്ടത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പാർലമെൻറ്റ് സമ്മേളനങ്ങൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.